അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. കണ്ട, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. ശരി, ബൈ. ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മുടെ ഒരു പായസത്തിന്റെ വീഡിയോ കൂടി വരുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് ആകെ വേർത്തു കേട്ടോ. അപ്പം നമുക്കിനി ആ പായസത്തിന്റെ ബാക്കി ആ വീഡിയോയിൽ കാണാം. അമ്മ ഇവിടെ കളിയാക്കണ്ടേ അപ്പം ഹലോ, കൊറേ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മള് പുതിയൊരു വീഡിയോ ആയി വന്നിരിക്കുകയാണ്. ഇത് അച്ഛനാട്ടോ. അപ്പൊ എന്താ വെച്ചാല് നമ്മള് പരിപ്പ് പായസം വെക്കാണ്. അപ്പൊ ഇന്ന് വീട്ടിലേക്ക് വന്നിറക്കാട്ടോ ഞാന്. ഇതാണ് നമ്മളെ വീട്, ഇത് അടുക്കളേനെ. അപ്പൊ ഇതാ അമ്മ അവിടെ ഉണ്ട്. ഇതാ നമ്മള് പരിപ്പ് ചട്ടി കൈമ തട്ടിയ പൊള്ളൂട്ടോ. ഇനി നമ്മൾ പായസം വെക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം പരിപ്പ് നന്നായി വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നന്നായി ഇങ്ങനെ ഇളക്കി നല്ലോണം ഇളക്കി വറുത്തെടുക്കണം കേട്ടോ. എന്നാലേ എല്ലാ ഭാഗവും ഒന്ന് വറവായി കിട്ടുള്ളൂ. എല്ലാതും അപ്പോൾ ഇതാ നമ്മളിതാ വെള്ളം ചൂടാക്കുക കേട്ടോ. ഇത് നമ്മളെ പരിപ്പിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എന്തിനാ വെള്ളം വെച്ചെന്ന് കണ്ടത് കണ്ടോ. ഇത് കണ്ടോ, ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ കേട്ടോ. ഇത് നമുക്ക് പായസത്തിക്കും ഉപയോഗിക്കാം. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, മീൻകറി വയ്ക്കുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ശരിക്കും നമ്മുടെ തേങ്ങാപ്പാൽ പോലെ തന്നെ. ഇപ്പോൾ കണ്ടോ, ഇത് പരിവായി. നമ്മുടെ തേങ്ങാപ്പാൽ കട്ടകളുണ്ട്, അതൊന്നും ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് അതിനിടയിൽ തന്നെ നമ്മൾ ചിക്കൻ കറിക്കുള്ള പൊടികളൊക്കെ വാട്ടുന്നുണ്ട്. സാധാരണ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല. ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതാട്ടോ. പിന്നെ ചിക്കൻ മസാല എല്ലാം ഒന്ന് നല്ലോണം ചൂടാക്കിയെടുക്കുക. പായസത്തേക്ക് നമുക്ക് വേണ്ട തേങ്ങ നമ്മൾ പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഇത് നമ്മളെ ഇത് കണ്ടോ, പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇനി നമ്മളിത് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആ നേരത്തെ വറുത്ത് വെച്ച മസാലയ്ക്ക് നമ്മൾ ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. രണ്ടും ഒപ്പം നടക്കുകൊണ്ടേ ഭയങ്കര തിരക്കാണ് വീട്ടിൽ. രണ്ടും അടുപ്പത്തല്ലേ. ഇനിയിപ്പോൾ അതാ ഞാൻ തേങ്ങ ചിരവുക കേട്ടോ. എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം തേങ്ങ ചിരവുക പറയണത്. എന്താ വെച്ചാൽ ഞാൻ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് ചിരവാൻ. എന്നാലും വേണ്ടില്ല. അപ്പോൾ അത് ആദ്യം കുറച്ച് ചിരവി വെച്ചു. ഇനിയിപ്പോൾ രണ്ടാമത് ഇതാ ഓരോ തേങ്ങയായിട്ട് ഇങ്ങനെ ചിരവിയും കൊണ്ടിരിക്കുകയാണ്. ഇതായി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ അനിയത്തി ഉണ്ടായിരുന്നു. അവൾക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ കൂടാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മയ്ക്ക് കാലുവേദന കാരണം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല, എന്നാലും അമ്മ തന്നെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഇതൊക്കെ വയ്ക്കുമ്പോൾ രണ്ടും കൂടി ഒപ്പമല്ലേ വയ്ക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ പെട്ടെന്ന് എടുക്കാനും ഇതിനൊക്കെ അമ്മയ്ക്ക് വയ്ക്കില്ല. അപ്പം ഞാൻ അമ്മയുടെ കൂടെ ഇങ്ങനെ കൂടുകയാണ്. രണ്ടാളാകുമ്പോൾ നമുക്ക് ഓരോന്ന് സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെ ഇതാ തേങ്ങ ഒരുവിധമൊക്കെ ആയി.
ചിരവി എനിക്ക് എത്താത്തതുകൊണ്ട് ഞാനൊരു താഴെ പലകെട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഞാൻ തേങ്ങ ചിരവണത് കേട്ടോ. അങ്ങനെ തേങ്ങ ചിരവലൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഉണ്ടായ തേങ്ങ ചിരവൽ കഴിഞ്ഞു കേട്ടോ. എന്ത് ചെയ്യണ ഗൈസ്, വെന്തിട്ടില്ല. 10-12 വിസിലടിച്ചിട്ടും നമ്മുടെ പരിപ്പ് വെന്തിട്ടില്ല. അപ്പം അമ്മ ഒന്നും കൂടി അടിക്കാൻ നിൽക്കുക, അടുപ്പത്ത് വയ്ക്കാൻ പോവാ. അപ്പോൾ ഗൈസ് നമുക്ക് ഉള്ളി നേരാക്കാം. വലിയ ഉള്ളി, കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, നമ്മുടെ വെളുത്തുള്ളി. അദ്ദേഹം അവിടെ ഇരുന്ന് പഠിക്കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച എല്ലാ ഐറ്റംസും, അതായത് വലിയ ഉള്ളി, ചുവന്നുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അതിനിടയിൽ പായസത്തിക്കുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കരപ്പാനി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ നല്ലോണം മിക്സ് ചെയ്യാണ് കേട്ടോ. അതിനിടയിൽ അടിപ്പിടിക്കണമുണ്ട്. അപ്പോൾ അടിപ്പിടിക്കാത്ത തരത്തിൽ നമ്മൾ വാങ്ങിയ തേങ്ങാപ്പാലിൻ്റെ ഇതല്ലാണ്ട് നമ്മൾ വീട്ടിലും കുറച്ച് തേങ്ങ ചിരവിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ അമ്മ നല്ലോണം ഒന്ന് മിക്സിയിൽ ഇങ്ങോട്ട് അടിച്ചിട്ട് വല്ലാണ്ടില്ല, ചെറുതായിട്ട് പിഴിയാണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ആയി ഗൈസ്. ഇനി അതിൽ വെള്ളം ഒന്നും കൂടി വറ്റി വരണം. അപ്പം ഒന്നും കൂടി അടുപ്പത്ത് വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ തീയ കത്തണതും ഒന്ന് കുറച്ച് വെച്ചു, അല്ലെങ്കിൽ അടിപ്പിടിച്ച് കരിഞ്ഞാലോ വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ ഏകദേശം നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി. അപ്പോൾ എല്ലാം ഒന്നൊരു അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. കണ്ട, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഓക്കെ, ശരി, ബൈ. ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മുടെ ഒരു പായസത്തിൻ്റെ വീഡിയോ കൂടി വരുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് ആകെ വേർത്തു കേട്ടോ. അപ്പം നമുക്കിനി ആ പായസത്തിൻ്റെ ബാക്കി ആ വീഡിയോയിൽ കാണാം. അമ്മ ഇവിടെ കളിയാക്കണേ, അപ്പം ശരി എല്ലാവരും. ഹലോ ഗൈസ്, അതിനിടയിൽ നമ്മളത് ആ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പായസം ഞാൻ കുറച്ച് കുടിച്ചു നോക്കിട്ടോ. നല്ല രസമായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.